മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പീഡനമായിരുന്നു ഇത്. അവർ ആ മനുഷ്യന്റെ ഷർട്ട് കീറുകയും കയ്യിൽ തണുത്തുറഞ്ഞ ദ്രാവകം ഒഴിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഒരു അലാറം ക്ലോക്ക് സെറ്റ് ചെയ്ത് അവന്റെ കഴുത്തിൽ തൂക്കി. തുടർന്ന് അവന്റെ കൈയിൽ ഒരു സ്റ്റീൽ വളയം മുറുക്കി. അടുത്തതായി അവർ ട്രെയിനിന്റെ വാൽവ് തുറന്ന് അവന്റെ കൈ പുറത്തേക്ക് തള്ളി. താപനില -100 ഡിഗ്രിയായിരുന്നു. ആ മനുഷ്യൻ അലറിക്കരഞ്ഞത് കേട്ട് ആരും വിറച്ചുപോകും. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കൈ മഞ്ഞായി മാറി. പെട്ടെന്ന് അവർ 80 പൗണ്ട് ഭാരമുള്ള ഇരുമ്പു ചുറ്റിക കൊണ്ടുവന്ന് അവന്റെ മരവിച്ച കൈ തകർത്തു. ആ മനുഷ്യൻ കൂടുതൽ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. പക്ഷേ മറ്റുള്ളവർ നിശബ്ദരായി തുടർന്നു. കാരണം അവർ വൃത്തിഹീനവും തകർന്നതുമായ ട്രെയിൻ ബോഗികളിൽ ജീവിക്കാൻ നിർബന്ധിതരായ താഴേത്തട്ടിലുള്ള യാത്രക്കാരായിരുന്നു. അവരുടെ വിചിത്രമായ ഭക്ഷണം എല്ലാ ദിവസവും എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ ദയനീയ ജീവിതത്തിൽ മടുത്തിരുന്നു. ഒരു ദിവസം അവർ കലാപം നടത്താൻ തീരുമാനിച്ചു. ആ നിമിഷം തോക്കുമായി നിൽക്കുന്ന ഒരു സൈനികനെ ജാക്ക് ശ്രദ്ധിച്ചു. അത് കാലിയാണെന്ന് ജാക്കിന് സംശയം തോന്നി. അതിനാൽ അവൻ വേഗത്തിൽ അത് പിടിച്ചുവാങ്ങി. അവൻ അത് സ്വന്തം നേർക്ക് പിടിച്ച് ട്രിഗർ വലിച്ചു. എല്ലാവരും സ്തംഭിച്ചുപോയി. പക്ഷേ തോക്ക് ശരിക്കും കാലിയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ഒരു 20 മീറ്റർ പൈപ്പ് ഉയർത്തി ആക്രമിച്ചു. സൈനികരുടെ കൈവശം വെടിയുണ്ടകൾ ഉണ്ടായിരുന്നില്ല. ജാക്കിന്റെ സംഘം വലുതായിരുന്നു. അതിനാൽ അവർ എളുപ്പത്തിൽ ട്രെയിൻ ബോഗി പിടിച്ചെടുത്തു. ഇതിനുശേഷം ജാക്ക് ജയിൽ വർക്ക്ഷോപ്പിലെത്തി ഒരു അച്ഛനെയും മകളെയും മോചിപ്പിച്ചു. ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിലേക്കെത്താൻ ആ 2 പേരെയും അവർക്ക് ആവശ്യമായിരുന്നു. അച്ഛൻ ഒരു വിദഗ്ധനായ പൂട്ടുപണിക്കാരനായിരുന്നു. മകൾക്ക് വാതിലുകൾക്ക് പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആ പെൺകുട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറഞ്ഞു, ഇത് സുരക്ഷിതമാണ്. അച്ഛൻ വേഗത്തിൽ പ്രവർത്തിച്ച് വാതിൽ തുറന്നു. ജാക്ക് അകത്ത് കടന്നു കണ്ടത് ആ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വാതിൽ തുറന്നു. ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ബോഗിയായിരുന്നു അത്. പെട്ടെന്ന് എല്ലാവരും ഭക്ഷണത്തിലേക്ക് പാഞ്ഞു. ആ നിമിഷം ജാക്ക് അത്ഭുതപ്പെട്ടു. ഈ ഭക്ഷണം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു. ഭക്ഷണം പാറ്റകളെ അരച്ചുണ്ടാക്കിയതായിരുന്നു. ഈ രഹസ്യം അറിഞ്ഞത് ജാക്കിന്റെ ഇച്ഛാശക്തി കൂടുതൽ ശക്തമാക്കി. എന്ത് വില കൊടുത്തും 1-ാം ക്ലാസ്സിലെത്താനും ഉയർന്ന വർഗത്തിന്റെ ഭരണം അവസാനിപ്പിക്കാനും അവൻ ആഗ്രഹിച്ചു. എന്നാൽ അടുത്ത വാതിൽ തുറക്കാൻ പോയപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് നിന്നു. അവളുടെ ശ്വാസം കനത്തു.